ശ്വേത മേനോൻ അധ്യക്ഷയായുള്ള ഭരണസമിതി രാജിവെച്ചതോടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിയിൽ 9 അംഗങ്ങളാണുള്ളത്. വലിയ പൊട്ടിത്തെറികൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒടുവിലാണ് അമ്മയിലെ 17 അംഗ ഭരണസമിതി പടിയിറങ്ങിയത്. അമ്മയുടെ ജനറൽ ബോഡി ചേരുന്ന ജൂൺ 21 ദിവസത്തിനായി അംഗങ്ങൾ കാത്തിരുന്നതുപോലെയായിരുന്നു ഇന്നത്തെ യോഗത്തിൽ നടന്ന നാടകീയ സംഭവങ്ങൾ. പറഞ്ഞും പറയാതെ പറഞ്ഞും ശ്വേത മേനോന്റെ അധ്യക്ഷതയിലുള്ള അമ്മ നേതൃത്വത്തിന്റെ ചേരിപോരും കെടുകാര്യസ്ഥതയും അംഗങ്ങളിൽ അപമാനമുണ്ടാക്കിയെന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ തന്നെ ഒരു വിഭാഗം സ്ഥാപിച്ചു. വാർഷിക റിപ്പോർട്ടും കണക്കുകളിലെ അവ്യക്തതയും വലിയ ചർച്ചകൾക്കിടവരുത്തി. ട്രഷറർ ഉണ്ണി ശിവപാൽ കുറ്റാരോപിതനായി മാറി നിന്നതോടെ കണക്കുകളിൽ കൃത്യത വരുത്താൻ 45 ദിവസത്തെ സമയം കൂടി ശ്വേത മേനോൻ അഭ്യർത്ഥിച്ചു. അൻസിബയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും സിദ്ദിഖും ബാബുരാജും അടങ്ങുന്ന സംഘം കൂട്ടത്തോടെ ചോദിച്ചു. ഒറ്റപ്പെട്ട ശ്വേത മേനോനും 17 അംഗ ഭരണസമിതിയും ഇതോടെ രാജി പ്രഖ്യാപിച്ചു. അമ്മയിലെ പ്രാഥമിക അംഗത്വവും രാജിവെച്ച് ശ്വേത മേനോൻ. ഞാൻ പേഴ്സണലി ശ്വേത മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. ലേഡീസ് കാർഡ് ഇറക്കിയുള്ള കളി വിലപ്പോയില്ലെന്ന് ശ്വേതയ്ക്കെതിരെ ബാബുരാജ്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. ശ്വേതയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ. ജനറൽ ബോഡി കൂടെ നിന്നുവെന്ന് അൻസിബ. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷേ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. കുറ്റാരോപിതരായ ആളുകൾ ഇനിയും മത്സര രംഗത്തുണ്ടാകില്ലെന്ന് ജഗദീഷും പ്രതികരിച്ചു. അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി വന്ന വനിതാ നേതൃത്വം 1 വർഷം പോലും തികയ്ക്കാതെ ഒഴിയുകയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.